അലിസ്ഥാനെ വഖഫ് ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. നമ്മളിപ്പോൾ ഈ ആള് ഈ മിഹ്റാബടക്കമുള്ള ഈ 4 ചുമരുകൾ ഒഴിച്ചുള്ള ബാക്കിയുള്ള ടൈൽസ് സ്ഥലമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഈ ഭാവി തലമുറ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കണം, ഇപ്പം നമ്മളെ ആ പുറത്തുള്ള സ്ഥലം പള്ളിയല്ല. ഈ ഭാവിയിൽ ഇൻഷാല്ലാ നമ്മൾ മുകളിൽ പള്ളിയായി ഉപയോഗിക്കുമ്പോൾ ആ സ്ഥലമൊക്കെ വീണ്ടും മുകളും കോണിയൊക്കെ പള്ളിയായി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഈ ഹാളിൽ ഈ ടൈൽസിട്ട ഭാഗം മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഷാല്ലാ അതിനു വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവനയും അതുപോലെ തന്നെ സഹകരണവും. ഈ മേൽപ്പറയപ്പെട്ട ബഹുമാനപ്പെട്ട പിന്നെ അൻപരി സ്ഥാപനങ്ങൾ ഓർമ്മപ്പെടുത്തി ആ സ്ഥലം വഖഫാക്കി നിശ്ചയിച്ചിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോൾ പള്ളിയായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഷർത്തുകളുണ്ട്. പള്ളിയെ ബഹുമാനിക്കേണ്ട ക്രമത്തിൽ കുട്ടികളെല്ലാം വരുമ്പോൾ അതിൻ്റെ അച്ചടക്കത്തോടുകൂടിയും അകമ്പോടുകൂടിയും പള്ളിയിൽ കയറുമ്പോൾ പള്ളിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കുവാനോ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളോ ഒക്കെ കുട്ടികൾ പ്രത്യേകമായി ഒഴിവാക്കണം. കുട്ടികൾ വലിയവരും ഒഴിവാക്കണം എന്ന് നിശ്ചയമായി അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ വാക്കിഫായ ബഹുമാനപ്പെട്ട കുട്ടികളുടെ മയനേക്കാക്ക ഒരവസരത്തിൽ ഈ വഖഫ് ചെയ്ത ഈ സ്ഥലം ആദ്യമായി വഖഫ് ചെയ്ത് എന്നോട് മുഷാവറ ചെയ്ത് ഞാൻ അന്ന് അക്കാലത്ത് 1985-1990 മുമ്പിലായിട്ടാണ് 89 എൻ്റെ രജിസ്റ്റർ നടന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അന്ന് ഇതിനു വേണ്ടി ഇതിന് അളവും കാര്യങ്ങളൊക്കെ എടുത്ത ബഹുമാനപ്പെട്ട അയമുട്ടി ഹാജിയാണ്. അള്ളാഹു തആല ആ മയനിക്കാക്കാരെയും അതുപോലെ അയമുട്ടി ഹാജി ഇതിൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിരുന്ന കാരണന്മാരും പ്രത്യേകിച്ച് നമ്മുടെ പള്ളിയിൽ മുഅദ്ദിനായി കൊണ്ടിരുന്ന അലിബികാക്ക ഈ പോലത്തെ ആളുകളൊക്കെ ഇവിടുന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുഭാഗത്തിൽ അള്ളാഹു അവരെല്ലാവരുടെയും ഖബറ് സ്വർഗത്തിന്റെ തോപ്പാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് പഴയകാല ഒരു സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. കാരണം അവരെല്ലാവരും ഇതിൽ സഹകരിച്ചുകൊണ്ടും എല്ലാ പങ്കാളികളായിക്കൊണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. ഈ വഖഫിന്റെ ഈ പള്ളിയുടെയും എല്ലാ പ്രതിഫലം ഇന്നും നമ്മുടെ മഹദിയാക്കാന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അതിനെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ സ്ഥലത്ത് അക്കാലത്ത് നിസ്കാരപ്പള്ളിക്ക് വേണ്ടി ഞാൻ ഈ ഉടമലത്തുനിന്ന് വന്ന് വീട് കയറ്റിയപ്പോൾ ഇന്ത്യക്ക് പല ആളുകളും വന്ന് ഇവിടെ എവിടെയെങ്കിലും നിസ്കാരപ്പള്ളി ഉണ്ടോ നിസ്കരിക്കാൻ ചോദിക്കുന്ന നിസ്കാര സമയത്ത് അന്ന് ഉണ്ടായിരുന്നില്ല. അന്നൊരു മുഷാവറ ഞങ്ങൾ നടത്തി ചോരൻ്റെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെ ഒരു നിസ്കാരപ്പള്ളിക്ക് ദംഗൽ ചെയ്താലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണ്ടിയാകുന്ന ഒരവസരത്തിൽ ഞാൻ വരോടുന്ന് നടന്നു വരികയാണ്. മദർസന്റെ അവിടെ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഈ റോഡ് വെറും കട്ട് റോഡായിരുന്നു. അക്കാലത്ത് ഓട്ടോറിക്ഷ പോലും ഈ ഭാഗം അന്ന് നടന്നു വരുമ്പോൾ ഇന്നത്തെ ഇറങ്ങിയിട്ട് ചോദിച്ചു, നമുക്കൊരു പള്ളിക്ക് സ്ഥലം ഞാൻ തരാം, നിങ്ങൾ ഒരു മുൻകഴിഞ്ഞിട്ട് ഇതിൽ ഇറങ്ങാൻ തയ്യാറുണ്ടോ എന്ന് മലയാളത്തോട് ചോദിച്ചപ്പോൾ ഓർമ്മയാണ്. അങ്ങനെ അപ്പൊ എനിക്കിതിന് അതിനെപ്പറ്റിയൊന്നും കൂടുതലായിരിക്കില്ല. അപ്പൊ ഒരു സ്ഥലം തരികയാണെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ കൂടിയൊക്കെ കരങ്ങൾ അടക്കാനും വിവരമുള്ള ആള് ആയിരുന്നു. അങ്ങനെ മൂപ്പർ വന്നിട്ട് അന്നത്തെ കളവ് അതുപോലെ അന്നത്തെ കാരണന്മാരൊക്കെ ഇതിന്റെ ചുറ്റുപാട് ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഖബറിനെ സ്വർഗ്ഗത്താക്കട്ടെ. ഇതിന്റെ പ്രതിഫലം എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ സ്ഥലം പറയപ്പെട്ട സ്ഥലം വഖഫായി അംഗീകരിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل بينهم في وأرسل عليهم طيرا بحجارة من سجيل فجعلهم كعصف مأكول الله أكبر سمع الله لمن حمده الله أكبر
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ Allah